എല്ലാരും വൈബ് വൈബ് പറഞ്ഞിട്ട് ആ ടേം കേൾക്കണ ആണ്. ഞാൻ കൊണ്ടുവന്ന് ഞാനല്ല, കൊണ്ടുവന്ന് ഷാഹിദാണ്. എന്ത് വൈബ് പറഞ്ഞ വീട്. പക്ഷെ നമ്മളെ പുള്ളിപ്പാടത്ത് കത്തിച്ച് ഞാനാണ്. ഞാൻ ഒരു ദിവസം ഇവനോട് ചോർമ്മയുണ്ട് വൈബ് പറഞ്ഞപ്പോഴേ എന്താ വീടിന് പത കിട്ടി, എനിക്ക് എപ്പോഴും അതാണല്ലോ പറഞ്ഞു. പക്ഷെ അന്ന് എവിടെ ഇതില്ലല്ലോ, അപ്പൊ പിന്നെ എങ്ങനെ ചോദിക്കാനേ. പിന്നെ ഞാനൊക്കെ വിട്ടുകള്. പിന്നെ ചെറുക്കന്മാരൊക്കെ ഏറ്റെടുത്ത് കണ്ട് ഇപ്പൊ ഫുള്ള് ട്രെൻഡാക്കി മാറ്റിപ്പോ. സിനിമന്റെ റിവ്യൂ ആണ് കേട്ടോ. ആദ്യം സിനിമനെ കുറിച്ച് പറയാം നിങ്ങള്. ആദ്യം അവനവന്റെ അഭിപ്രായം കേട്ടോ. ഞാൻ പറ്റിയ അങ്ങനെയുള്ളൂ. മഹാരാജിനെ കുറിച്ചുള്ള ഒരു കാര്യം പറയാം. പക്ഷെ ഇതുങ്ങൾ ഇങ്ങോട്ട് അവിടുന്ന് പറയണ്ടീ കേട്ടോ. ചെറിയ ചേഞ്ചൊക്കെ ഉണ്ടായി. ഡ്രസ്സൊക്കെ മാറാൻ മഹാരാജ ആകെ അടിയിട്ടിക്കണോ ചോരയിലൊക്കെ. അല്ലേ ഷോയിബേ, ജോന്റെ കഥ പറഞ്ഞ 6 വർഷത്തെ അല്ലടാ ഓനെ അങ്ങനെയല്ല. നമ്മള് പടം കണ്ട് ഇറങ്ങിട്ടോ. അപ്പൊ ഇനി അഭിപ്രായങ്ങളാണ്. ഷഫീഖ് പറ. ശരിക്കും നമ്മളെ ത്രില്ലടിപ്പിച്ചു. നമുക്ക് എന്താന്ന് നടക്കാൻ പോകണം പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മള് ചെയ്യുന്നതിന്റെ പല രീതിയിലാണ്. ഷഫീഖ് സിനിമ ഉണ്ടായിട്ട് എന്താ പറഞ്ഞാരോ, ഇമ്മാരി ഒരു കഥ ഞാൻ കണ്ടിട്ടില്ല. എടാ ഇത് കഥ 6 വർഷം എടുത്തു. സത്യം തന്നെയാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. ഫസ്റ്റ് ഹാഫ് അടുത്ത കാലത്ത് തമിഴ് ആയിക്കോട്ടെ ഒരു സംഭവങ്ങള് ഞാനൊരു കാര്യം പറയാം. ഫസ്റ്റ് ഹാഫ് ഞാൻ വരെ ചെറുതായിട്ട് ലാഗ് അടിച്ചു. ഫസ്റ്റ് ഹാഫ് ഞാനൊന്ന് കണ്ടിപ്പിക്കാം. സെക്കൻഡ് ഹാഫ് ആരും ഉറങ്ങാനാക്കൂല. ഏത് 12 മണിക്ക് വന്നാലും. പക്ഷെ ഞാൻ പറയാം, ഇപ്പത്ര സമയം പറഞ്ഞെടുത്താ 1:30 എത്ര 1:48 1 മണി പെരിന്തൽമണ്ണ ടൗണ് ഒരു ചായ. പക്ഷെ ഞാൻ പറയട്ടെ, ഇതേ തീമില് മലയാളത്തില് തൊട്ട് മുമ്പ് ഒരു അടിപൊളി കിടിലം പടം ഇറങ്ങിക്കണേ. ഇതേ തീമില് മലയാളത്തില് കുറച്ചു മുമ്പ് പടം ഏതാന്ന് ഞാൻ പറയണില്ല. പറഞ്ഞാല് ഇതിന്റെ ത്രെഡ് മനസ്സിലാവും. ഈ സെയിം, അതായത് ത്രെഡ് ഒന്നാണ്. ത്രെഡ് എന്ന് പറയുന്നത് ഒരു ചൈനീസ് പടത്തിന്റെ ത്രെഡാണ്. ഞാൻ ഇപ്പൊ അടുത്ത് കണ്ടിട്ടുള്ള ആ പടം OTT പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് പക്കാണ്. നിങ്ങളെല്ലാരും പറഞ്ഞു വീഡിയോ വെച്ചാലേ കഥയും അതേപോലെ കഥ നമ്മോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാം. പക്ഷെ അത് നല്ല രസമുണ്ട്. ഞാന് പടം കാണാൻ പോകാൻ സത്യം ഞാൻ ഈ നേരത്തെ പടത്തിൽ വന്നാല് ക്ഷീണിച്ച് ഉറങ്ങുന്നുണ്ട്. പക്ഷെ ഈ പടത്തിൽ എന്നെ ഒരു നിമിഷം പോലും ഇന്നെ ഉറങ്ങാൻ അയച്ചിട്ടില്ല. ഞാനൊരു മോശം ഞാൻ ഉറങ്ങൂല. ഞാൻ പറയട്ടെ, എനിക്ക് ഫസ്റ്റ് ഹാഫ് ലാഗ് അടിച്ചു. സെക്കൻഡ് ഹാഫ് പിന്നെ പ്രഡിക്റ്റബിൾ ആണ് മൊത്തം. ഞാൻ ഷോയിബിനോട് പറഞ്ഞും ചെയ്തു. പ്രഡിക്റ്റബിൾ ആയോ? അയാളാ വില്ലെന്ന് എനിക്ക് പ്രഡിക്റ്റബിൾ ആയോ? ആ ബാക്കിൽ ചെവില്ല ആള് അതൊന്നും പ്രൊഡിക്ട് വേണ്ടിട്ടാണോ പോണ്? പിന്നെ ഡയറക്ടർ ബില്യൻ സൈലുണ്ട്. പിന്നെന്താ പറയരുത്, പറയാൻ പാടില്ല. കഥയുടെ മഹാരാജ് അല്ലേ വീട്ടിലെത്തണു, മറ്റേ സാധനം ഇടുന്നു അല്ലേ, അയാള് പിടിക്കുന്നത്. ഓ പിടിക്കുന്ന എന്ത് പിടിക്കുന്ന അത് എനിക്ക് ആ സീൻ കൊറേ കൺഫ്യൂഷൻ ആ സീന് കിട്ടില്ല സീനാണ്. ഏതാരോ അല്ല, എനിക്ക് മോറ് പൊത്തണത്. അതാണ് എനിക്കതാണ്. നമ്മള് ഫുൾ ടൈം ഈ സമയത്ത് 12 മണി നേരത്ത് അത്രയും എൻഗേജ്ഡ് ആക്കും. ഞാൻ പറയാം, എനിക്ക് സത്യം പറയാം, ഈ സമയത്ത് ഏത് പാടാണെങ്കിലും ഉറക്കം വരലുണ്ട്. 12 മണി നേരത്തെ എൻഗേജ്മെന്റ് കൂടി ഉറക്ക ക്ഷീണത്തില് വന്നിട്ട് ഇവിടെ വന്നിട്ട്
അങ്ങനൊന്നും ഫീൽ ആയിട്ടോ. ഷെനീബിനെ ശ്രദ്ധിച്ചു. അതായത് അതെന്തറിയോ നമ്മളെ ഒരു നെഗറ്റീവ് മൈൻഡോടെ ഏത് പടം വന്ന് കണ്ടു വിജയ് സേതുപതിന്റെ പടത്തിനൊന്നും ഞാനൊരു മിനിമം പ്രതീക്ഷയിലേ വന്നത് അതുകൊണ്ട് എനിക്ക് പടം പറ്റി. മിനിമം അല്ല മിനിമം അല്ല, എന്താ പറഞ്ഞത് ആവറേജ് എക്സ്പെക്ട് ചെയ്തിട്ട് വന്നത്. ഷൊയ്ബ് പറഞ്ഞത് 6 വർഷം എടുത്ത സ്ക്രിപ്റ്റ്. അപ്പൊ സ്ക്രിപ്റ്റ് എന്തുകൊണ്ടാണ് സ്ക്രിപ്റ്റ് അങ്ങനല്ല, ഈ തീമുകളിൽ പടം വരുന്നുണ്ട്, അപ്പൊ മാറ്റണല്ലോ, എന്തെങ്കിലുമൊക്കെ മാറ്റണല്ലോ. സ്റ്റോറി ഉണ്ടാക്കണ മാത്രമല്ല ഇതേ ആൾക്കാരിലേക്ക് എങ്ങനെ എത്തിക്കണം എന്നുള്ളതിലാണ് ടൈം എടുക്കുക. പക്ഷെ ഞാൻ പറയട്ടെ, ഈ സിനിമയുടെ കാരണം നോർമൽ ഒരു ലവ് സ്റ്റോറി ഇജ്ജിപ്പോ ഒരു കഥ എഴുതുന്ന ആളല്ലേ, എത്ര ടൈം എടുക്കും? എത്ര എടുക്കും? ഒരു വലിയ സ്ക്രിപ്റ്റ് അങ്ങനെ പറയും. ഒരു സിമ്പിൾ പ്ലോട്ട് എത്ര ടൈം എടുക്കും? അത്യാവശ്യം മിനിമം 2 ഇയർ എടുക്കും. അതെടുക്കും. ഞാൻ ഇപ്പൊ കഥ എഴുതി തുടങ്ങിയിട്ട് സ്റ്റോറിക്കല്ലേ ഞാൻ പറയണേ, വണ്ടി ഇല്ല, സ്റ്റോറിയല്ല. ഞാൻ പറയട്ടെ, ഈ സിനിമയുടെ ഏക പ്ലസ് പോയിന്റ് ഞാൻ പറയട്ടെ, ഈ സിനിമയുടെ ഏക പ്ലസ് പോയിന്റ് ഇതിന്റെ സ്ക്രിപ്റ്റ് ആണ്. അങ്ങനെ ടൈമിങ്ങും സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും പറയണമെന്ന് ചിന്തിക്കണം. അത് എങ്ങനത്തെ രീതിയിൽ മിസ്റ്റർ ചായന്റെ പരസ്യം ഇതില് എന്തൊക്കെ പരസ്യം അതൊക്കെ സിമ്പിൾ ആണ്. എത്ര ഭയാനകമാണ്. 50ാമത്തെ ക്യാരക്ടർ ഒറ്റ സംഭവത്തോടെ കൊണ്ടുപോയി. എന്റെ മോനെ അഭിനയിച്ച് മരിക്കാണ്. എല്ലാ പടത്തിലും അല്ലടാ, ലാലേട്ടന്റെ സിനിമയില് മൈജിന്ന് ഒരു ഫോൺ എടുക്കൽ നിർബന്ധമാണ് ഇല്ലേ? അതേപോലെയാണ് ഇത് ഫിനോലെക്സ്. മൈജിയില് ഫോൺ എടുക്കാത്ത അതിലാറോ വാലിബനില് അതിൽ നിവർത്തില്ലാത്തോണ്ടാ. മൈജിന്ന് ഫോൺ എടുക്കാത്തത് ലാലേട്ടൻ വാലിബനിലാണ്. വാലിബനില് വരികയാണെങ്കിൽ ഇങ്ങനെ അറിയോ, ഓഹോ ലാലേട്ടൻ ഫോൺ എടുക്കാൻ വരുന്നേ. എനിക്കെന്താ ലാലേട്ടനെ പറയുമ്പോ കൊള്ളണേ? ലാലേട്ടനെ പറയുമ്പോ കൊണ്ടെടുക്ക മോൺസ്റ്റർ ഒന്ന് ഓർമ്മിപ്പിച്ചല്ലേ. അല്ലേ, ഞാനൊരു ഒഴുക്കിന് പറഞ്ഞാണ്. ഇതിലും അങ്ങനെ പരസ്യം കാണിക്കണ്ട്. അത് ഒന്നുകിൽ അതിപ്പോ കരിക്കിന്റെ വീഡിയോ മാറിയേക്കണേ. അല്ലെ, ഇപ്പൊ എല്ലാ സിനിമകളിലും നേക്കാണ് ഇതിന്റെ ഇടയിൽ പരസ്യം കൊടുക്കാം. എനിക്ക് ഈ സിനിമയിലേ ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ട ഒറ്റ രംഗമുള്ളൂ. മറ്റൊരു ആംഗ്യം കാണിക്കണ സീനുണ്ട്. ഏത്? മകുടം. കൈകൊണ്ട് എന്നിട്ട് കൈ ഇങ്ങനെ പൊക്കും. അതൊരു കിടിലൻ സീനാണ്. ബോഡി ലാംഗ്വേജ് അവിടെ നമുക്കിത് മനസ്സിലാവും. ഓനത് എക്സ്പ്രസ് ചെയ്യുമ്പോ, ഞാൻ പീക്കിനോട് പറഞ്ഞത് സെന്നോട് പറഞ്ഞു, ഓനത് എക്സ്പ്രസ് ചെയ്യുമ്പോ ഓൻ ഓട്ടോമാറ്റിക് ആ പായ ഓൻ ഒറിജിനൽ ഉള്ള സാഹചര്യത്തിലോട്ട് പോകും ഞാൻ പറഞ്ഞു. അവിടെയാണ് ഇത് മനസ്സിലാവും. പക്ഷെ ഏത് മൊമെന്റിലാണ് മാറുക എന്നുള്ളത് മനസ്സിലായില്ല. പക്ഷെ മാറിയത് ഇവിടുന്നാണ് ആ കണ്ണു കൊത്തിയത്. പക്ഷെ വായ കൊത്തിന്ന് പറഞ്ഞു. 6 ആൾക്കാരെ ഇപ്പൊ കഥ മനസ്സിലാവുള്ളൂ. മനസ്സിലായി എനിക്ക്? നമ്മളൊക്കെ കണ്ടോലാണ്. അന്റെ വീഡിയോ ഈ 6 ആളല്ലേ കാണുള്ളൂ. ഓലിക്ക് ശരിയാണ്. ഓനവല്ലേ നമ്മളെ 6 ആളെ ഒരട്ടം കാണുള്ളത്. അപ്പൊ പിന്നെ നമുക്ക് ഫൈനൽ സ്കോർ ഇടോ. നമുക്ക് ടോട്ടൽ എത്ര നോക്കാം? ഞാൻ ലാസ്റ്റ് ആക്കാം. ഞാൻ ഇന്ന് കുറയാൻ ചാൻസ് ഇല്ല. അപ്പോ ഞാൻ 8.8. ഞാൻ 8.5. എന്തോ 8.7. 6 ഇടോ. എന്താ കണക്ക്? 8.6 8.7 എത്തിച്ചാലും പറ്റൂല. ഇപ്പൊ ഏകദേശം ഒരു ആവറേജ് 7.5 8 ഉണ്ട്.
ശരിക്കും IMDb-ന്റെ റേറ്റ് എത്ര? 10 അത് ശരിക്കും അതിന് എത്ര? അല്ല ആദ്യം കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. IMDb-ന്റെ കറക്റ്റ് ആക്ച്വൽ റേറ്റ് എത്ര? അല്ല നമ്മൾ തന്നെ കൂട്ടിയോ കണ്ടത് 9. കുഞ്ഞി മാറ്റരുത് കേട്ടോ. 9ഉം ഓൻ്റെതോ അനുവിന്റെ 8. അത് കാൽക്കുലേറ്റർ 8ഓ 17 ഇന്റത് 8. 25 8. 33 റിസ്ക് ആകല്ലേ 33 8 മുക്കാല് എടാ 8.7 കൂട്ടാ അതൊക്കെ 41 42.2 42.2 5 48 48.2 അരിക്കണം 8 8 ഏഴുള്ളൂ ആ അല്ല 6 ആ 6 ഓവർ 8 ഓവറല്ലേ 6 8 48 അപ്പൊ 8 ജസ്റ്റ് മുകളിലാണ് 8 നമ്മൾ പറഞ്ഞ വാല്യൂ 8. അപ്പൊ ഞങ്ങൾ പറഞ്ഞ വാല്യൂ 8. അതന്നെയാണ് ഒരു കോമഡി. ചെലവില്ലേ എനക്ക് എത്ര ചെലവ് 500 500 500 ചെലവ് ഇത് പോട്ടെ ഇത് അനക്കെന്തിനാ ഇവിടെ ചായക്കോ പൈസ കൊടുക്കണം. അനക്കോ എനിക്ക് 300 സംതിങ് 400 കൂട്ടിക്കോ. 400 അല്ലേ 350 പിന്നെ ഒരു 7. എനിക്ക് 400 ടിക്കറ്റ് എടുത്ത് ആപ്സിന് എത്ര ഓന്റെ 300 ടിക്കറ്റ് ഉണ്ട് പിന്നെ ഒരു 70. ഡോറിങ്ങനെ തുറക്കാൻ നേരത്തുണ്ട് ഷെഫീഖിന്റെ ഒച്ചേക്കണ്. അപ്പൊ അവിടെ കൗത്തിനോട് ചിക്കൻ ഒരു 70 പേച്ച് ഉണ്ടാകും. ഇഞ്ഞോട് വിളിച്ചില്ല ലാഭം ഏറ്റവും കൂടുതൽ ലാഭം 0. എന്നിട്ട് ഓന് പടം സൂപ്പർ എങ്ങനെ എല്ലാവർക്കണ ഓക്കെ സ്വൈബിനാണ് പടം ടോപ്പ് ആയിക്കണേ. അപ്പൊ എന്താ പൈസ ചെലവൊന്നുമില്ലല്ലോ. മുസ്താഖിനെ പറ്റിക്കണ നല്ലോണം 500 ആയിക്കണേ എങ്ങനെ പറ്റാക്കുക അനക്ക് പറ്റൂല 500 രൂപ